ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭാരത സംസ്കാരം എത്രമാത്രം ശാസ്ത്രീയവും എത്രമാത്രം മനുഷ്യന് പ്രായോഗികമാക്കാൻ പറ്റുന്നതുമാണെന്ന് തെളിയിച്ചു തരുന്ന അതിശ്രേഷ്ഠമായ ആത്മീയ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേട്ട് കാണും. രമണ മഹർഷി ഇപ്പോൾ ഉള്ളവരങ്ങനെ സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ, അങ്ങനെ മഹാന്മാരായ അനവധി ഋഷിവര്യന്മാർ. ഇതൊക്കെ സാധാരണക്കാർക്ക് പ്രാപ്യമാണ്. സാധാരണക്കാരന് ആ വഴിക്കൊക്കെ പോകാൻ പറ്റുമോ? ഗുഹകളിലും വലിയ വലിയ ആശ്രമങ്ങളിലും എത്രയോ കാലം തപസ് ചെയ്ത് ബ്രഹ്മചര്യം, ആഹാരത്തിലുള്ള നിഷ്ഠകൾ, ജീവിത നിഷ്ഠകൾ, ഇതൊക്കെ സാധാരണക്കാരന് സാധ്യമാണ്. ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഏതൊരാൾക്കും ഈശ്വരത്വം പ്രാപിക്കുക, അതായത് മനസ്സ് ഈശ്വരനാവുക, അതാണല്ലോ ഹിന്ദുമതത്തിൻ്റെ ശ്രേഷ്ഠത. മറ്റ് സെമറ്റിക് മതങ്ങളൊക്കെ സ്വർഗം വരെ പോവുകയാണ്. മനസ്സ് ഈശ്വരനാകുന്ന പ്രക്രിയയൊന്നുമില്ല. അത് മുഴുവൻ എൻ്റർടൈൻമെൻറ്റ് സോണുകളാണ്. ഇവിടെ മനസ്സ് തന്നെ ഈശ്വരനാവുക, പരമാത്മാവാവുക, പൂർണ്ണത നേടുക. അപ്പം ആ മനസ്സിനെ പരിപൂർണമാക്കാൻ ഏതു വ്യക്തികൾക്കും, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് ജാതി വ്യവസ്ഥകളിൽ ജനിച്ചവർക്കും സാധിക്കും, പോസിബിളാണ് എന്ന ഒരു ഉറപ്പ്, വ്യക്തത, ദൃഢത ഗീത നമുക്ക് തരുന്നു. അതുകൊണ്ട് ഗീത പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നാം ഭൂമിയിൽ വന്നത് തകരാനും തളരാനും തകർക്കാനുമല്ല, വളരാനും വികസിപ്പിക്കാനും, വികസിക്കാനും വികസിപ്പിക്കാനും, മറ്റുള്ളവരെ കൂടി കൈപിടിച്ചു. ഈ തരത്തിലൊരു പരിവർത്തനം നമുക്ക് സാധ്യമാവണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിനെ പരമാത്മാവാക്കിയെടുക്കുക? എങ്ങനെ നമുക്ക് ഈശ്വരനാക്കാൻ പറ്റും? അറിയണം, വഴി അറിയണം, മാർഗമറിയണം. അതിനാണ് കൃഷ്ണൻ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സ് ഈശ്വരനിലെത്തുക എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്നാൽ അനന്തശക്തിയാണ്. നാം ഓരോരുത്തരും നിൽക്കുന്നത് ആ അനന്തശക്തിയിലാണ്. ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണോ ഇവിടെ പ്രപഞ്ചശക്തി ചലിച്ച് വികസിച്ച് രൂപങ്ങളായി നിൽക്കുന്നത്, അതിനൊരു പ്രേരണാത്മകമായ ബോധശക്തി വേണം. പലപ്പോഴും പലരും ചോദിക്കും, ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണോ പുറത്താണോ? സെമിറ്റിക് മതങ്ങൾക്ക് ഈശ്വരൻ പുറത്താണ്. അതിൽ ചില മതങ്ങൾ വളരെ ഈശ്വരൻ്റെ രൂപമില്ല എന്നൊക്കെ പറഞ്ഞാലും ഈശ്വരൻ്റെ ശക്തി പുറത്താണ്. അവരുമായിട്ട് ഈശ്വരന് ഒരു ബന്ധവുമില്ല. കാരണം ഈശ്വരനെ സൃഷ്ടിച്ചു വിട്ടതാണ്. ഈശ്വരൻ്റെ അടിമകളാണ്, ഈശ്വരൻ്റെ സ്ലേവ്സാണ് അവർ. ഇതൊന്നും ഹിന്ദുമതം ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇതെല്ലാം ബാലിശ്യമായ, അശാസ്ത്രീയമായ, അവിവേകമായ, അജ്ഞതയുടെ ചിന്തകളാണ്, വിവരമില്ലാത്ത ചിന്തകളാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിൽ രൂപപ്പെട്ടു, അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണപ്പോൾ ഒരു തുള്ളി വെള്ളം, ബീജം, അണ്ഡം, ഇതാണ് വികസിച്ച് 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 ഒരു മനുഷ്യരൂപത്തെ പ്രാപിക്കുന്നത്. സമ്മതിക്കല്ലോ? ഒരു ചലനമുണ്ടതിൽ. ഒരു തുള്ളി വെള്ളം അങ്ങനെ തന്നെ കിടന്നാൽ പിന്നെ ജീവൻ വികസിക്കുന്നില്ല. അപ്പം ആ ഒരു തുള്ളി വെള്ളം അത് വികസിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പരിണാമങ്ങൾ, മാറ്റങ്ങൾ, അത് ക്രമേണ സ്ഥൂലത പ്രാപിക്കുന്നു.
വീണ്ടും വികസിച്ച് ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ആ കുട്ടിയുടെ ശരീരം സോളിഡ് ആണെങ്കിലും ആ കുട്ടി കിടക്കുന്നത് മുഴുവൻ അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും, വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ തല മുതൽ കാല് വരെ അങ്ങനെ വികസിച്ച് ഒരു എട്ടുകാലി എപ്രകാരമാണോ അതിൻ്റെ വല നെയ്യുന്നത്, ഊർണനാഭി സജിതയെ കൃണ്ണതയെ, അത് നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. വികസിക്കാതെ നിങ്ങളും ഞാനും ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് ആ ചോദ്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ വികസിക്കാൻ പ്രേരണ നൽകുന്ന ശക്തി ഏത്? ഈ ചലനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ചലനത്തിനെ പ്രേരിപ്പിക്കുന്ന, അതിന് പ്രചോദനം കൊടുക്കുന്ന, അതിന് ശക്തി പകരുന്ന ഒരു ശക്തി, ചലനത്തിന് പോലും ശക്തി പകരുന്ന ശക്തി. ചലനം എന്നത് പ്രപഞ്ച ഊർജമാണ്. എന്നാൽ ആ പ്രപഞ്ച ചലനത്തിന് എങ്ങനെ ചലിക്കണം എന്നൊരു ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അതിന് തോന്നിയതുപോലെ നമ്മുടെ ശരീരം ഈ രൂപത്തിലാവില്ല. എല്ലാം ഒരു കൃത്യമായ അളവിലിങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ നോക്കിയില്ലേ എട്ടുകാലിയുടെ വല എന്തൊരു കൃത്യതയിലാണ് അങ്ങനെ രൂപപ്പെടുത്തി വരുന്നത്. ഇതുപോലെ നമ്മുടെ തലയും കണ്ണും മൂക്കും കാതും കാലും കൈയും ഒക്കെ ഒരു പ്രൊപ്പോർഷനേറ്റായിട്ട് വളർത്തി അതിനെ ഒരു രൂപത്തിലാക്കണമെങ്കിൽ അതിലൊരു ഇൻ്റലിജൻസ് വേണ്ടേ, അല്ലെങ്കിൽ തോന്നിയതുപോലെയാവില്ലേ. ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ അതുപോലെ വരും, ഒരു പ്രോഗ്രാമും ഇല്ലെങ്കിലോ അത് തോന്നിയതുപോലെയാവും. ഇതുപോലെ നമ്മുടെ ജീവിതം ഒരു രൂപത്തിലായിട്ടുണ്ടെങ്കിൽ ആ ചലനത്തിന് ഒരു ഇൻ്റലിജൻസ് പകരുന്ന, അതെവിടെ നിന്ന് വന്നു ആ ശക്തി? ഈ ചലനത്തിൻ്റെ പിന്നിൽ ചലനത്തെ പ്രേരിപ്പിച്ച അനന്ത ഊർജം, അതാണ് ഭാരതീയർക്ക് ഈശ്വരൻ. മറക്കരുത്, വ്യക്തിയെ വ്യക്തിയാക്കി വളർത്തിയ ശക്തി അതാണത്. വ്യക്തിയെ വ്യക്തിയാക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. അതായത് വ്യക്തി ഏതൊരു ശക്തിയാൽ രൂപപ്പെട്ടതാണോ അതാണ് ഈശ്വരൻ. അപ്പം വ്യക്തിയുണ്ടോ ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. ശക്തിയിൽ നിന്നേ വ്യക്തി രൂപപ്പെടുള്ളൂ. വ്യക്തി എന്നത് പ്രപഞ്ച ഊർജം വികസിച്ച് വന്നാണ്. ആ പ്രപഞ്ച ഊർജത്തിന് വികസിക്കാനൊരു ഇൻ്റലിജൻസ്, ഓരോ ഭാഗങ്ങളും ഇന്ന സ്ഥലത്താണ്, ഹാർട്ട് ഇന്ന സ്ഥലത്താണ്, ലിവർ ഇന്ന സ്ഥലത്താണ്, ലങ്സ് ഇന്ന സ്ഥലത്താണ്, കിഡ്നി ഇന്ന സ്ഥലത്താണ്, ലിവർ ഇന്ന സ്ഥലത്താണ്, ഓരോന്നും കൃത്യമായ ഒരു രൂപഭാവത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കാൻ പ്രേരിപ്പിച്ച ശക്തി നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെയൊരു ശക്തിയാൽ വികസിതമായ വ്യക്തിയാണ് നമ്മളെങ്കിൽ ഓരോ വ്യക്തിയും ശക്തിയിലാണ്. ശക്തിയിൽ നിന്ന് വ്യക്തിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്. ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞാൽ സർവം ഈശാവാസ്യം, എല്ലാം ഈശ്വരൻ, ഒരേ ഈശ്വര ശക്തിയിൽ വസിക്കും. അതുകൊണ്ടാണ് ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞത്, ഞാനും നിങ്ങളുമൊക്കെ ഒരേ ഈശ്വരനിലിരിക്കുന്നു, ഒരേ ഈശ്വരനിലാണ്. യാതൊന്നു കാൺമത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പത് നാരായണ ശ്രുതി, യാതൊന്നു ചെയ്യുന്നത് നാരായണ ചുരക, യാതൊന്നതൊക്കെ ഹരിനാരായണ. സ്വർഗത്തിലല്ല ഈശ്വരൻ. അതൊക്കെ വെറും ബാലിശ്യമായ ചിന്തകൾ, LKG കുട്ടികൾക്കുള്ള ചിന്തകൾ. അതൊന്നും ശാസ്ത്രീയമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ശക്തിയാണ്, ബോധശക്തിയാണ്. ആ ബോധശക്തിയാൽ രൂപപ്പെട്ടതാണ് വ്യക്തി. അത് ഓർത്താൽ മതി. വ്യക്തിയുണ്ടോ ശക്തിയും. വ്യക്തിയിൽ അല്ല ശക്തി, ശക്തിയിൽ നിന്നാണ് വ്യക്തി. വ്യക്തി എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ആ സയൻസ് ഓർമ്മ വേണം. സെല്ലുകൾ വികസിച്ച് വന്നതാണ് വ്യക്തി. ഇപ്പോഴും അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞാൽ അത് സങ്കോചിച്ച് അപ്പം അതിനാ ചലനാത്മകമായ ഒരു ഇൻ്റലിജൻസ് പകരുന്ന ശക്തി ഇന്നും മോഡേൺ സയൻസിന് അറിയാത്തൊറ്റ കാര്യമാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, അതാണല്ലോ എനർജിയുടെ ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു കാര്യം. അതിനും പിന്നിലേക്ക് വീണ്ടും അവർ ഡിവൈഡ് ചെയ്ത് അതിന് ചാർജ്, കാർക്ക് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. എങ്കിലും ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന ഈ ശക്തി, അത് വാസ്തവത്തിൽ എവിടെ നിന്നാണ് ഈ ചാർജ്, ഇലക്ട്രോൺ ചാർജുകൾ, പ്രോട്ടോൺ ചാർജുകൾ എവിടെ നിന്നാണിത് മറഞ്ഞു വരുന്നത്? എവിടെ നിന്നാണിത് പ്രകടമാകുന്നത്? സയൻസ് എപ്പോഴും പറയുന്നത് അനന്തശൂന്യതയിൽ നിന്ന്.
അനന്തശൂന്യതയില്ലെന്ന്. എവിടെ നിന്ന് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ ഇളകി മറഞ്ഞുകൊണ്ട് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ സയൻസിനെ കുഴക്കുന്നതും. ഇതെവിടെ നിന്ന് വരുന്നു, ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? പുറകോട്ട് പോവുകയാണ്, വീണ്ടും വീണ്ടും പുറകോട്ട് പോവുകയാണ്. ഒരു കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഇതിനെ പ്രകടമാക്കാനും ഇതിന് നിയമങ്ങൾ പകരാനുമായിട്ടൊരു ഇൻ്റലിജൻസ് കൂടിയേ കഴിയും. പക്ഷെ അതെന്താണെന്ന് വ്യക്തമാവുന്നില്ല. കാരണം അവർ പുറത്താണ് പഠിക്കാൻ നോക്കുന്നത്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ അകത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, മയ്യേവ സകലം ജാതം മൈ സർവം പ്രതിഷ്ഠിതം മൈ സർവം ലയം യാതി തദ്ബ്രഹ്മം. അത് തന്നിലാണ് എന്നൊക്കെ നമ്മൾ തുടക്കം പറയും. പക്ഷേ താൻ അതിലാണെന്ന് പഠിച്ചിട്ട് നമ്മൾ പറയണം. കാരണം താൻ എന്നത് വ്യക്തിയാണ്, വ്യക്തി ശക്തിയിൽ നിന്ന് വളർന്നതാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായാൽ, നിങ്ങളെന്ന വ്യക്തി ശക്തിയിൽ നിൽക്കുന്നു, അനന്തശക്തിയിൽ. എല്ലാവരെയും ഒരേ അനന്തശക്തിയാണ് നിലനിർത്തുന്നത്. അപ്പോൾ ആരിലാണ് ആ ശക്തി കുറവുള്ളത്? ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് വ്യക്തി ശക്തിയിലേക്ക് ചേരുന്നതാണ്. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ ആഴണം വാഴണം നിന്മഹസാമാഴിയിൽ. നിൻ്റെ ശക്തിയിലേക്ക് നീ ചുരിച്ചിറങ്ങണം, നിന്നിലേക്കിറങ്ങണം. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ അതിലേക്കാണ് ആഴ്ന്നിറങ്ങേണ്ടത്. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽബദമുണ്ടാവതല്ല പണ്ടേ കണക്കേ വരുവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാണ്, ശക്തി വ്യക്തി. ഇനി വ്യക്തി ശക്തിയിലേക്ക് ചേരണം. അത് മരിക്കൊന്നും വേണ്ട, മനസ്സിനെ അതിലേക്ക് കൊണ്ടുപോയാൽ മതി. ആ മനസ്സിനെ ശക്തിയിലേക്ക് കൊണ്ടുപോലാണ് ജീവാത്മ പരമാത്മ ഐക്യം. അപ്പം മനസ്സിനെ ശക്തിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ശക്തിയിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ഒന്നായി. മനസ്സ് ശക്തിയിലേക്ക് ലയിച്ചു ചേരുന്ന ആ അനുഭൂതിയുടെ പേരാണ് ഈശ്വര സാക്ഷാത്കാരം. അതാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാവൽ. ആ ഒരു അനുഭവത്തെ നേടണമെങ്കിൽ ഈ ലയം എന്നത് മനസ്സിനെ പരിശീലിപ്പിക്കണം. ഇപ്പം എവിടുന്നാണ് തുടങ്ങേണ്ടത്? അതിനാണ് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ കർമ്മങ്ങൾ, പ്രവൃത്തികൾ അത് ആസ്വദിക്കുക, അത് ബ്രഹ്മാർപ്പണമാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വേണം ചെയ്യാൻ. ബ്രഹ്മാർപ്പണം. ഞാൻ എൻ്റെ ഏത് പ്രവൃത്തിയായാലും അതിൽ മുഴുകിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ലയിച്ചുകൊണ്ട് ചെയ്യട്ടെ. കാരണം ആ ലയം പരിശീലിപ്പിക്കുമ്പോൾ, ആ ലയത്തെ നമ്മൾ ട്രെയിനിങ് ചെയ്തെടുത്താൽ പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള കഴിവ് തീവ്രമാവും. നേരെ മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ നാം അസ്വസ്ഥതയോടെ ചെയ്താൽ, ആലസ്യത്തോടെ ചെയ്താൽ ലയത്തിൻ്റെ കാലം കൂടുതൽ സമയം നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ അകലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് വരാൻ, ഈ പരമാത്മശക്തിയിലേക്ക് അടുത്തേക്ക് വരാൻ നാം മനസ്സിൻ്റെ ലയം പരിശീലിപ്പിക്കണം. ബ്രഹ്മാർപ്പണം. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അർപ്പിതമായ മനസ്സോടുകൂടി ലയിച്ചുകൊണ്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചെയ്യട്ടെ. ഇതൊരു പ്രതിജ്ഞയായിട്ട് ജീവിക്കുക, ഇതൊരു ശീലമാക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന് ബ്രഹ്മാഗ്നോ. അഗ്നി ഏതാണ്? ഇവിടെ ഏത് അഗ്നിയാണ്? അതുപോലെ ഇവിടെ ബ്രഹ്മഹവി, ഇവിടെ അവിസുണ്ടല്ലോ, നെയ്യ് ഏതാണ്? സമർപ്പിക്കേണ്ട ദ്രവ്യം എന്താണ്? മറ്റൊന്നുമല്ല, മനസ്സിനെയാണ് ലയിപ്പിക്കുന്നത്. കാരണം മനസ്സിലാണ് സുഖം വേണ്ടത്, മനസ്സിനാണ് പരമാത്മാവാൻ പറ്റില്ല, ശരീരത്തിനാവാൻ പറ്റില്ല. അപ്പം മനസ്സിനെയാണ് ഇവിടെ നെയ്യായി കണ്ട് അർപ്പിക്കുന്നത്. എവിടെയാണ് അർപ്പിക്കുന്നത്? ബ്രഹ്മണാഹുതം. ഇവിടെ ബ്രഹ്മ അഗ്നോ. അഗ്നി ആരാണ്? നമ്മുടെ പ്രവൃത്തി. ഏത് പ്രവൃത്തിയാവട്ടെ, ഏത് കർമ്മമാവട്ടെ, അതാണ് കത്തിജ്വലിക്കുന്ന അഗ്നി. അത് തന്നെ അഗ്നിയുടെ കർമ്മം, കത്തുകയാണല്ലോ.
ചലനാത്മകമാണ്. അഗ്നി എപ്പോഴും ചലിക്കുകയാണ്. ഇതുപോലെ പ്രവൃത്തികളൊക്കെ ചലനാത്മകമാണ്. എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിയെ അഗ്നിയായി സങ്കല്പിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിലുള്ള ആസ്വാദനത്തെ, മനസ്സിൻ്റെ അർപ്പണത്തെ നെയ്യായി സങ്കല്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്രഹ്മണാഹുതം, ആ ആസ്വാദനത്തിൻ്റെ തീവ്രത ആ വ്യക്തി അനുഭവിക്കുമ്പോൾ ബ്രഹ്മൈവ ഗന്ധവ്യം, ബ്രഹ്മത്തെ തന്നെ അവർ കൈവരിക്കും. എന്ന് വെച്ചാൽ ആസ്വദിക്കുന്ന, അലിഞ്ഞു ചേരുന്ന മനസ്സിന് ശക്തിയിൽ അലിഞ്ഞു ചേരാനുള്ള കഴിവ് തീവ്രമായിരിക്കും. ഇത് നമ്മളെപ്പോഴും ഓർത്താൽ മതി. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നാം എത്താൻ എളുപ്പമാർഗം മനസ്സ് അലിഞ്ഞു ചേരലാണ്. ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? നിങ്ങളെന്ത് പ്രവൃത്തി ചെയ്യുന്നവരായിക്കോട്ടെ, പക്ഷേ സ്വസ്ഥതയോടെ, ശാന്തതയോടെ ചെയ്യാം. എല്ലാ മതങ്ങളും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചത് ദൈവം വേറെയാണെന്നും ദൈവം നിങ്ങൾക്ക് സ്വർഗവും നരകവും തരുന്നതാണ്. സ്വർഗവും നരകമൊക്കെ മനസ്സിൻ്റെ അവസ്ഥയല്ലേ? നിങ്ങൾ നരകത്തിൽ പോയാൽ നരകമാണെന്ന് തിരിച്ചറിയുന്നത് എന്ത് കുന്തം വെച്ചിട്ടാണ്? മനസ്സ് വെച്ചിട്ടല്ലേ? അനുഭവമല്ലേ? സ്വർഗസുഖങ്ങൾ അനുഭവിക്കണമെങ്കിൽ മനസ്സ് വേണ്ടേ? കാരണം ഇത് സ്വർഗമാണ്, ഇത് സുഖമാണ് എന്ന് എവിടെ തോന്നുന്നത്? കണ്ണിലോ മൂക്കിലോ ആണോ? മനസ്സിലല്ലേ? അപ്പോൾ ഈ മനസ്സിലാണ് സുഖവും സന്തോഷവും ദുഃഖവും നരകവും ഒക്കെ അനുഭവപ്പെടുന്നെങ്കിൽ മനസ്സ് തന്നെ കെട്ടടങ്ങിയാലോ? മനസ്സ് തന്നെ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നാലോ? ആ ആനന്ദത്തിന് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ഇവിടെ തന്നെ നമ്മുടെ മനസ്സിനെ അലിഞ്ഞു ചേർക്കൽ, ലയിപ്പിക്കൽ. നമുക്ക് സ്വർഗത്തിൽ പോയാലും നിങ്ങൾക്ക് ആ സുഖത്തിലൊന്ന് മുഴുകാൻ സാധിച്ചാലേ സ്വർഗസുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന യുക്തി മനസ്സിലാവും. നിങ്ങൾക്കെന്ത് സ്വർഗസുഖങ്ങൾ തന്നാലും മനസ്സിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റൂ? മനസ്സിനെ വേറെ വല്ല വേദനകളും അലട്ടിയാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റൂ? സ്വർഗം പുറത്താണോ, നിങ്ങളുടെ മനസ്സിലാണോ? മനസ്സ് ശാന്തമാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദനമുണ്ട്. നിങ്ങളൊരു ബീച്ചിൽ പോയിട്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള വല്ലതും ആരെങ്കിലും അടിച്ചു മാറ്റി, പോക്കറ്റ് അടിച്ചു, നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുമോ? ബീച്ച് ഒരസ്വസ്ഥമായ മനസ്സിൽ നിങ്ങൾക്ക് എന്താ ആസ്വദിക്കാൻ പറ്റും? വേണ്ടപ്പെട്ടവരുടെ മരണം കേട്ടിട്ട് നിങ്ങൾക്കൊരു സത്യം ആസ്വദിക്കാൻ പറ്റും? ഈ തരത്തിൽ ആസ്വാദനം മനസ്സിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സ്വർഗത്തിൽ പോയിട്ട് സ്വർഗം ആസ്വദിക്കണോ? കർമ്മങ്ങളിൽ മുഴുകി അവനവന് തന്നെ അവനവൻ്റെ ആസ്വാദനത്തെ, സുഖത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇത് വേണം. ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ കിട്ടുന്ന സ്വർഗം വേണോ? അവനവൻ്റെ ആത്മാർത്ഥതയിൽ, അർപ്പണത്തിൽ നിന്നും കിട്ടുന്ന സ്വർഗീയ സുഖം വേണം? ഏത് ആസ്വാദനം വേണം? അവനവൻ്റെ കർമ്മമേഖലകളിൽ മുഴുകിക്കൊണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക് അവനവനെ നിലനിർത്തുന്ന ശക്തിയിലേക്കും ആഴ്ന്നിറങ്ങാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം വ്യക്തി നിൽക്കുന്ന ശക്തിയിലാണ്. ആ ശക്തിയാണ് ഈശ്വരൻ. അതിനപ്പുറത്തൊരു ഈശ്വരനില്ല. എല്ലാ വ്യക്തികളും നിലനിൽക്കുന്നത് ഒരേ ശക്തിയിലാണ്. കാരണം ഒരേ ഇൻ്റലിജൻസാണ് എല്ലാ രൂപങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ആ ഇൻ്റലിജൻസ് ഇൻഫിനിറ്റാണ്. അത് അനന്തമാണ്. അതാരും കണ്ടിട്ടില്ല. അതിനെയാണ് ഭാരതീയർ വിജ്ഞാനം, പ്രജ്ഞാനം എന്നൊക്കെ പേര് വിളിക്കുന്നത്. അപ്പം ആ പ്രജ്ഞാനമായിരിക്കുന്ന പരമാത്മശക്തിയിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങണം, നമുക്ക് ലയിച്ചു ചേരണം. ആ പാത ഒരുങ്ങുന്നത്, ആ പാത നമ്മളെ സഹായിക്കുന്നത് നാം എന്ത് കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുകിക്കൊണ്ട്, ആസ്വദിച്ചുകൊണ്ട്, ലയിച്ചുകൊണ്ട് അതിലേക്ക് മുഴുകുമ്പോഴാണ്. ഇപ്രകാരം ആര് അവരുടെ കർമ്മമേഖലയിൽ മുഴുകുന്നുണ്ടോ, ബ്രഹ്മകർമ്മ സമാധിന, ഇപ്രകാരം കർമ്മങ്ങളിൽ ആരാണോ സമാധി, സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം അതിൽ മുഴുകുക, അതിൽ ലയിക്കുക, അവനവൻ്റെ കർമ്മമേഖലകളിൽ സമാധി. സമാധി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധിയിട്ടുള്ള ഒരാളെ
കാണുന്നത് മനസ്സ് മുഴുവൻ അലിഞ്ഞു ചേർന്നുള്ള അവസ്ഥയിൽ, ലയിച്ചു ചേർന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെ. ഇപ്പം നമ്മൾ കർമ്മസമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ കർമ്മമേഖലയിൽ അങ്ങനെ മുഴുകിയിരിക്കുക, അല്ല ഉറക്കം തൂങ്ങിയിരിക്കലല്ല. അത് അങ്ങനെയും സമാധിയുണ്ട്. പണി പറഞ്ഞാൽ അലസമായിട്ടിരിക്കുക. ഇന്ന് ഈ കർമ്മസമാധി എന്നുള്ളതിന് പകരം നമുക്ക് മൊബൈൽ സമാധി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അവനവൻ്റെ മൊബൈൽ ഫോണിൽ അവനവൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുഴുകിയിരിക്കുന്നവരുണ്ടാവും. സീരിയൽ സമാധി, പല സമാധികളുണ്ട്. അമ്മമാർക്കൊക്കെ വൈകുന്നേരമായ സീരിയൽ സമാധിയുണ്ട്. ആണുങ്ങൾക്കും മോശമല്ല, അവരൊക്കെ അതിലും വലിയ ബീവറേജ് സമാധികളിലൊക്കെയാണ്. പല സമാധികളിലുണ്ട്. രാം 3x അതൊക്കെ വലിയ സമാധിയാണത്. അപ്പോൾ ഈ തരത്തിലുള്ള സമാധി, അപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് വലിച്ച് സമാധിയുണ്ട്, കുത്തിവെച്ച് സമാധിയുണ്ട്. ഈ തരത്തിലുള്ള സമാധികളൊക്കെ അവസാനം അവരെ സമാധി ഇരുത്തേണ്ട ഗതികേടിലേക്കാണ് കൊണ്ടുപോവുക. അധികം വൈകണ്ഠ്യമില്ല, പക്ഷെ അത് സമാധിയായിട്ട് ആരും ആഘോഷിക്കാറില്ല എന്ന് മാത്രം. അപ്പം സമാധി എന്ന വാക്കിൻ്റെ അർത്ഥം അലിഞ്ഞു ചേരുക, മുഴുകിച്ചേരുക. എവിടെയാണ് സമാധി? കർമ്മസമാധി. ഈ വാക്ക് നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരു പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുക, നീ കർമ്മസമാധി ചെയ്യാൻ പോവുകയാണ്. കർമ്മസമാധി, കർമ്മത്തിൽ മുഴുകുക. കർമ്മസമാധി ഈ നല്ല വാക്കാണ്, എല്ലാവരും പഠിക്കണം. പഠിക്കുന്ന കുട്ടിയായാലും ജോലി ചെയ്യുന്നവരായാലും അടുക്കള ജോലി ചെയ്യുന്നവരായാലും ധ്യാനിക്കുമ്പോഴും ജപിക്കുമ്പോഴും എന്താ ചെയ്യാൻ പോകുന്നത്? കർമ്മസമാധി. എന്താ കർമ്മസമാധി? എൻ്റെ കർമ്മത്തിൽ ഞാൻ മുഴുകി ചേരുന്നു, ആസ്വദിക്കുന്നു. ആ ആസ്വാദന ശക്തി, മുഴുകുന്നതിൻ്റെ തീവ്രത ആർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അവർക്ക് പരമാത്മാവിലേക്കെത്താൻ, അവനവനെ നിലനിർത്തുന്ന ശക്തിയിലേക്കെത്താൻ ഉള്ള ദൂരം വളരെ കുറവായിരിക്കും. ഈ ലയത്തിൻ്റെ തീവ്രത കുറയുന്ന ആളുകൾ ആ പരമാത്മശക്തിയിൽ നിന്നും വളരെ അകലെയാണ്. ഇതാണ് നമുക്കുള്ളൊരു എക്സസൈസ്, കർമ്മസമാധി. അവനവൻ്റെ കർമ്മങ്ങളിൽ ആഴ്ന്നിറങ്ങുക. അപ്പോഴുണ്ടാകുന്നൊരു മാറ്റം നമ്മളിൽ വലിയ പരിവർത്തനം ഉണ്ടാവും. അതെന്താണ് നമുക്ക് കുറച്ചുകൂടി വിശദമായി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദവ്യാസ കവിത